പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ ദിവസമായിട്ട് ഒരു വീഡിയോയും ചെയ്യാതിരിക്കാറ്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നുന്നത്, അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിങ്ങാന്ന് എവിടെയോ 5 പിതാക്കന്മാർ ചേർന്ന് ഒരു ലെറ്റർ വലിയ പിതാവിന് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് കഠിന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കട്ടെ വന്നു. ഇപ്പം കഠിന ശിക്ഷ വാങ്ങാനുള്ളതാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഈ 5 പിതാക്കന്മാരും അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കണം. എവിടെയാണ് അവർ നിന്നിരുന്നത്? എന്തുകൊണ്ട് ഇപ്പോൾ സഭയോട് ചേർന്ന് മിണ്ടാതെ നിന്നു? ഇവരെല്ലാം വിമതരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഉണ്ടായ സകല എണ്ണവും വിമതരാണ്. എന്നിട്ട് പറയുന്നു കഠിന ശിക്ഷ വേണ്ട, കഠിന ശിക്ഷ വേണ്ട. ശിക്ഷ ഉറപ്പാണ് കേട്ടോ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരും ശിക്ഷിക്കപ്പെടുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നെ എടുക്കണം. ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് തന്നെ സുഖപ്പെടുത്തണം. ഓപ്പറേഷൻ ചെയ്ത് തന്നെ സുഖപ്പെടുത്തണം. ഏതായാലും ദൈവം ഒരിക്കലും ആരുടെയും നാശത്തിന് ഒരുങ്ങുകയില്ല. ഈ പിതാക്കന്മാർ പറയുന്നത് ശുദ്ധ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശിക്ഷയിൽ മാനസാന്തരപ്പെടാനുള്ള വഴികളുണ്ട്. അല്ലെങ്കിൽ ഇതേ പാപത്തിൽ നിരന്തരം മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വലിയ കഠിന ശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഈ പിതാക്കന്മാർ വഴിയൊരുക്കുന്നത്. എന്തേ, എല്ലാവരും കൂടെ ഒപ്പിട്ട പേപ്പറാണല്ലോ വായിക്കാതെ പോയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അച്ഛന്മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. തന്നെയല്ല, പ്രായമായ അച്ഛന്മാരെല്ലാം കൂടി മസിൽ പിടിക്കുന്ന എന്നാ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുക. എന്നിട്ട് പാവപ്പെട്ട ദൈവജനത്തെ ഇട്ട് തട്ടിക്കളിക്കുക. സഭയുടെ മുതലെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഇപ്പം പോക്കറ്റിട്ട കാശൊക്കെ വേണേൽ അടിച്ചുകൊണ്ട് പോവാം. സഭയുടെ ഒരു മുതലും ഒരു പള്ളിയും ഒരു സ്ഥാപനവും ഒരുത്തനും കൊണ്ടുപോകാനൊക്കത്തില്ല. കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ ബിഷപ്പാണ്. ഇതിപ്പോൾ കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനായെന്ന് പറഞ്ഞ കണക്കായല്ലോ. കാര്യസ്ഥനായി വന്നവൻ ഇപ്പം മുതലിൻ്റെ ഉടയക്കാരനായി മാറുന്നല്ലോ. കേട്ട ഭയങ്കര തമാശ കേട്ടോ. കത്തോലിക്ക സഭയുടെ ആ സെറ്റപ്പ്, അതിൻ്റെ ആ കെട്ടുറപ്പ് അറിയാൻ മേലത് വെറും പൊട്ടന്മാരെ പോലെ ഇവർ സംസാരിക്കുന്നത്. ഇത്രയും കാലം ഇവർ കത്തോലിക്ക പുരോഹിതരായിരുന്നു പറയാൻ തന്നെ നാണക്കേടാണ്. അനുസരണക്കേടിൻ്റെ സഭ സ്ഥാപിക്കാൻ ഒരു പുതിയ റീത്ത് കിട്ടും കേട്ടോ. പക്ഷെ ആ റീത്തിനൊരു പ്രത്യേകത ഉണ്ടാകും, നെഞ്ചത്ത് വെക്കുന്നതായിരിക്കും. ഇത് പറയാനായിട്ട് സത്യത്തിൽ വിഷമമുണ്ട് കേട്ടോ. പറയാൻ ഒത്തിരി വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നീതിബോധം ഒരു മനുഷ്യനെയും ഈ തരത്തിൽ ഇവർ പറയുന്നത് പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ആത്മായ സഹോദരങ്ങളെ, ഉപദേശിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. ശിക്ഷിച്ചിട്ട് ഈ പുരോഹിതരുടെ പുറകെ ഒന്നും നടക്കണ്ട. ഒരു തരത്തിലും രക്ഷപ്പെടത്തില്ല. ഇന്ന് കത്തോലിക്ക സഭയുടെ കല്ലറ പോലും അടക്കപ്പെടുകയില്ല. കല്ലറയ്ക്ക് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്. തമ്പുരാനോട് ചേരുന്ന കാലം വരെ ഈ ലോകത്ത് തമ്പുരാൻ്റെ മഹത്വം അന്വേഷിച്ച് കഴിയുന്നിടത്തോളം വിശ്വസ്തയോടെ ജീവിക്കാനാണ് ഓരോ ആത്മായ അതിനു വേണ്ടിയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, നല്ല കാര്യം, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അനുസരണയില്ലാത്ത ബലി അർപ്പിക്കുന്ന ഓരോ മനുഷ്യരും നമ്മുടെ വികാരിയച്ഛനങ്ങ് മാറിപ്പോകും കേട്ടോ. ഇനി പുതിയ സഭ രൂപപ്പെട്ടാൽ ചിലരൊക്കെ ചില ബിഷപ്പാകും, ചിലരൊക്കെ അങ്ങനെ അധികാര സ്ഥാനങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടും. പക്ഷേ ഈ കൂടെ പോകുന്ന സഹോദരങ്ങളെ, ഇവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശ് നിങ്ങൾ ഇനിയും അവസാനം നിങ്ങളുടെ വീട് വിറ്റുകൊണ്ട് കൊടുക്കേണ്ടി വരും. ഒരു തങ്കു ബ്രദർ പോലെ, അല്ലെങ്കിൽ ഒരു എമ്മാനുവൽ എംബറർ പോലെ ഒക്കെ വരും. അവസാനം ചത്ത് കെട്ടടങ്ങി നാശിച്ച് നാനാവിധമാകും. നരകവാതിലുകൾ പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ നാമത്തെ, ആ വാക്കിനെ ഓർക്കുക. നാശത്തിലേക്ക് യാത്ര ചെയ്യരുത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റുപറ്റിയാൽ തിരിച്ചു വരാൻ ഇപ്പോൾ അവസാന അവസരമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായി. ആമേൻ.